കിരോടിലാൽ മീണ എന്ന് പറയുന്ന അന്നത്തെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP സ്വകാര്യ ബില്ലിലൂടെയാണ് ഇത് കൊണ്ടുവരികയാണ്, ഏകസ്വൽ കോഡ് കൊണ്ടുവരികയാണ്. അപ്പോൾ അന്നത് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന ദിവസം കോൺഗ്രസിൻ്റെ മുഴുവൻ അംഗങ്ങളും അസ്വാഭാവികമായി അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്, ആരുമില്ല. അപ്പോൾ രാവിലെ ഇത് വരുന്നുവെന്ന് ലിസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ CPIM ഞങ്ങളെല്ലാ MP മാരും വന്ന് ഇത് എടുക്കരുത്, പാർലമെൻറ്റിൽ അവതരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു ചട്ടപ്രകാരം നോട്ടീസ് കൊടുത്തു. DMK അങ്ങനെ നോട്ടീസ് കൊടുത്തു, മുസ്ലിം ലീഗ് നോട്ടീസ് കൊടുത്തു, CPI നോട്ടീസ് കൊടുത്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് നോട്ടീസിലൂടെ ചട്ടപ്രകാരം പ്രതിരോധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സമയത്ത് അവിടെ നിന്ന് വിട്ടുതന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചരിത്രപരമായ ഒരു വലിയ മൗനമാണ് അവർ കാണിച്ചത്, വഞ്ചനയാണ്, കുറ്റമാണ്. അന്ന് പ്രസംഗിച്ച ശ്രീ PV അബ്ദുൽ വഹാബ് MP എൻ്റെ കോൺഗ്രസ് സഹോദരങ്ങളെ ആരും ഇവിടെ കാണുന്നില്ല എന്ന് വളരെ വേദനയോടെ വിളിച്ചു പറയുകയും ചെയ്തു, എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളെ കാണാനില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് വലിയ ബഹളത്തിലേക്കും പ്രശ്നത്തിലേക്കും പോകുമ്പോൾ ഈ ശക്തമായി നിൽക്കേണ്ട കോൺഗ്രസ് ഒന്നടങ്കം അവിടെ നിന്ന് വിട്ടുനിന്ന് BJPക്ക് പിന്തുണ കൊടുക്കുകയാണത്. അന്നവിടെ പാർലമെൻറ്റിൽ ഇരുന്ന് അതിനെതിരെ ഞങ്ങളുടെ ഈ ശബ്ദം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഒച്ചയുണ്ടാക്കുകയും അരുതെന്ന് പറയുകയും ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ. അന്ന് ആ സംസാരിച്ചതിൻ്റെ ഒരു ശകലം എടുത്തിട്ടാണ്. അന്നല്ല, അന്ന് പ്രതികരിച്ചത് ഇടതുപക്ഷം മാത്രമാണ്. എളമരം കരീമും ജോൺ ബ്രിട്ടാസും റഹീമും ശിവദാസും ആണ് പ്രതികരിച്ചത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുകൂലമായും കോൺഗ്രസിനെതിരായും വന്ന അതേ വീഡിയോസുകളും തന്നെ ഒരു ഘട്ടം കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ആളുകൾ ഈ സംഭവം മറന്നല്ലോ, പിന്നെ എൻ്റെ ഭാഷ മാത്രമല്ല അവിടെ കിടക്കുന്നത്. വന്നതിനിടയിൽ ഞങ്ങൾ പറഞ്ഞതിനിടയിലെ എൻ്റെ ഗ്രാമാറ്റിക് പ്രശ്നങ്ങളെ തേടുകയാണ്. ആരാണത് പ്രചരിപ്പിച്ചത്? അത് പ്രചരിപ്പിക്കുന്നത് ആരാണ്? പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ നോക്കിയത് ഐറണിയാണ്. അവിടെ നമ്മൾ നിന്ന് ഒളിച്ചോടിയവരാണ്. അവർ ഒഴിഞ്ഞ ഇടത്തിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവരാണെന്ന് ഞങ്ങൾ. അവരൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി ശക്തിയോടുകൂടി ഞങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ചരിത്രപരവും രാഷ്ട്രീയപരവുമായ കടമ നിർവഹിച്ചല്ലേ അത്. അവരൊഴിഞ്ഞിടത്താണ് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത്. ആ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയതല്ല, ആ പൊരുതിയപ്പോഴുണ്ടായ ഗ്രാമാറ്റിക് ട്രബിളിലേക്ക് ലെൻസ് വയ്ക്കുകയാണ് അതേ ആളുകൾ. ഈ ചരിത്രപരമായ വഞ്ചന നടത്തി അവിടെ നിന്നും ഒളിച്ചോടിയവർ, ഒഴിഞ്ഞു നിന്നവർ, ഒളിവിൽ പോയവർ, അവർ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവരുടെ നേർക്ക് അതിലെന്നെ ഗ്രാമാറ്റിക് ട്രബിൾ എടുത്തിട്ട് കല്ലെറിയാണ്.